secret voice photos, address, Facebook, WhatsApp, I will everything and bringing this are public. ധൈര്യം ഉണ്ടെങ്കിൽ ഇനി നീ ഫേക്ക് ഐഡി നിന്ന് ഒരു കമന്റ് ഇട്ട് നോക്ക്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. If you are not in yours is homes your people. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ദിലീപിൻ്റെ കുറച്ച് പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി അണ്ണന്മാർ നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓക്കെ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് നിൽക്കട്ടെ. അതിനുകൊണ്ട് നമുക്ക് നമ്മുടെ ദിലീപിൻ്റെ കുറച്ച് കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പം ദിലീപിനെ സപ്പോർട്ട് ചെയ്യോ വേണ്ടിയൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിനകത്ത് ഞാൻ ഇൻവോൾവ് ആവുന്നില്ല. ഓക്കെ, എല്ലാവർക്കും ഓരോരുത്തർ അഭിപ്രായം കാണുമല്ലോ. ദിലീപ് ഹൂസ് നോട്ട് ദിസ് ഇസ് ദി കേസ് ഹാസ് ബീൻ മേഡ് ഇൻ അഗ്രീസ്ഡ് ഇൻ ദി കേസ്. തീർച്ചയായും ദിലീപിനെ പെടുത്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്ന് റിപ്പോർട്ട് ചാനലിലെ വെളിപ്പെടുത്തൽ ഒരു മരമ്പുരി ചാനൽ പോലെയാണ്. കോമാളിത്തരം ഞാൻ പറയത്തുള്ളൂ. വാർത്ത കാണുന്നവരൊക്കെ പൊട്ടന്മാരാണെന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വെളിപ്പെടുത്തൽ എന്തുവാ? ഈ കഴിഞ്ഞ ദിവസം പുറത്തോട്ട വാർത്തകൾ, അതും 8 വർഷം മുന്നെയാണ് പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ, കോടതി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പുറത്തു വന്നേക്കുന്നത്. ഐ വിൽ വിത്ത് ദി ദിലീപ് ഹീസ് പ്രൂവ്സ് ദി കേസ്. സത്യം, കേസ് തെളിയെന്ന് പറഞ്ഞാൽ ദിലീപിയുടെ ഒപ്പമായിരിക്കും. അതിലൊരു സത്യമുണ്ട്, എനിക്കൊരു തോന്നൽ. ജനങ്ങളെ മണ്ടരാക്കരുത്. ഇത്രയും വലിയൊരു കേസിലെ 1-ാം പ്രതി ജാമ്യത്തിൽ ഉള്ള 1-ാം പ്രതിയുടെ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാൻ റിപ്പോർട്ട് ചാനൽ എന്ത് അധികാരമുള്ളത്? അയാളൊരു നിലവിൽ ഒരു ജാമ്യാവസ്ഥ ലംഘിച്ചിട്ടില്ല. ചാനലിനെതിരെ കേസ് എടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒന്ന്, റോഷൻ പാലിന്റെ ചോദ്യം കേട്ടാൽ മനസ്സിലാവും ഇത് റെക്കോർഡിംഗ് ആണെന്ന്. ഒരു ചാൻസ് ഇല്ലാത്ത ഒരു ഇന്റർവ്യൂ കോടതിയിൽ നൽകിയ ജാമ്യാവസ്ഥ ലംഘിച്ചതിന് പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണം. അതിന് വഴിയൊരുക്കിയ ചാനലും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. റിപ്പോർട്ട് ചാനൽ ലൈവ് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ തന്നെ ഈ വ്യാജ വെളിപ്പെടുത്തലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അവർ എങ്ങനെ ആഘോഷിക്കുന്നെന്ന് വ്യക്തത. മറ്റൊരു പല റേറ്റിങ്ങും ഒന്നും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കേണ്ട അവസ്ഥയിലായത് കൊണ്ടായിരിക്കാം. ആരൊക്കെയോ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് വ്യക്തം. അല്ലെങ്കിലും ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത ചാനൽ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറി വന്നത് ഈ നടിയുടെ കേസ് വിറ്റാണെന്ന് നമുക്കറിയാം. അത് പരസ്യമായ രഹസ്യമാണ്. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട്, ഒളിഞ്ഞും പരസ്യമായ കമന്റ് ഇടുന്നവരുണ്ട്. ഇഫ് യു ആർ നോട്ട് ഇൻ യുവർസ് ഈസ് ഹോംസ് യുവർ പീപ്പിൾ. എടാ, നിന്റെ വീട്ടിൽ നിന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പ്രയോജനം ഇല്ല. നീയൊക്കെ കമന്റ് ഇടുവാണെങ്കിൽ നിന്റെ ഫേക്ക് ഐഡി മാറ്റിൽ ഒറിജിനൽ ഐഡി നിന്ന് കമന്റ് ഇട്. അതാണ് നീ ആണത്തം കാണിക്കേണ്ടത്, അല്ല ഫേക്ക് ഐഡി നിന്നല്ല ചെയ്യേണ്ടത്. യുവർ ഷുഡ് കം ഡയറക്ട്ലി ഈസ് നോട്ട് സെൽത്ത്. പറ്റുമോ? നിന്നോട് ഞാൻ ചോദിച്ചു, ഇനി നീ ഫേക്ക് ഐഡി നിന്ന് കമന്റ് ഇട്ടാൽ മോനെ ദിനേശ്, സീക്രട്ട് വോയിസ് ഫോട്ടോസ്, അഡ്രസ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഐ വിൽ എവറിത്തിങ് ആൻഡ് ബ്രിങ്ങിങ് ദിസ് ആർ പബ്ലിക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇനി നീ ഫേക്ക് ഐഡി നിന്ന് ഒരു കമന്റ് ഇട്ട് നോക്ക്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇഫ് യു ഹാവ് ദി കറേജ് ഇൻ ഷുഡ് ബി ടേക്ക് ദാറ്റ്സ് എ ചാലഞ്ച്. നീ ഇടാ, നീ ഒന്നും കൂടി നീ ഇട്, ഞാൻ കാണിച്ചു തരാം. എടാ, ഞാൻ പറയുന്നുണ്ടോടാ നിന്റെ അടുത്തൊക്കെ. നീയൊക്കെ നമുക്ക് നെഗറ്റീവ് കമന്റ് പറയാം, പോസിറ്റീവ് കമന്റ് അതൊക്കെ നമുക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒളിഞ്ഞ പാത്തൊക്കെ ഇരുന്ന് അത് മറ്റപ്പടിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിന്നെ വീണ്ടും വെല്ലുവിളിക്കുവാടാ. നീ നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ദിലീപിനെതിരെ സപ്പോർട്ട് അടി ഞാൻ ആരെങ്കിലും കമന്റ് ഇടും. ഇപ്പം ഞാൻ ദിലീപിനെ സപ്പോർട്ട് എടുത്തത് കാരണം എനിക്ക് വിശ്വാസമുണ്ട് ദിലീപ് അതിനകത്ത് ഇന്നസെന്റ് ആണ്. ഈ കേസ് തെളിയുന്നവരെ ഞാൻ ദിലീപിനോടൊപ്പമായിരിക്കും. അതിനകത്ത് കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അത് നീ വേറൊരു ഒരു മെസ്സേജ് ഇടേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. ഇനി ഞാൻ വീണ്ടും നിന്നെ വെല്ലുവിളിക്കുന്നോടാ. നീ ഒന്നും കൂടെ ഈ ഇപ്പം ഇടുന്ന വീഡിയോയിൽ വന്ന് നീ കമന്റ് ഇട്ട് നോക്ക്. നിന്റെ അഡ്രസ്സ്, നിന്റെ ഫേസ്ബുക്ക്, വാട്സാപ്പ് വഴി ഞാൻ തൂക്കും. എന്നിട്ട് ഞാൻ പബ്ലിക്കിന്റെ മുന്നേ ഷെയർ ചെയ്യും. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വീണ്ടും വിളിക്കുന്നു. നീ കമന്റ് ഇടറാ. നീ എടാ, ആദ്യം നിന്റെ വീട്ടിൽ നിന്നെ കൊണ്ട് വീട്ടുകാർക്ക് നാട്ടുകാർക്ക് പ്രയോജനമില്ലായിരിക്കും. നിന്നൊക്കെ ഈ ഒളിഞ്ഞും പാത്തിൽ നിന്ന് കമന്റ് ഇടാൻ നിൽക്കുന്ന നിന്റെ സ്വന്തം ഐ ഡി ഇടറാ കമന്റ്. എന്നിട്ട് കുറെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ട്, അത് സമ്മതിച്ച്. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ സംസാരിക്കുന്ന സ്റ്റൈൽ ശരിയല്ല. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. കാരണം എൻ്റെ പോരായ്മയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് കമന്റ് അടിക്കാൻ മാത്രം കുറേ ഇറങ്ങുന്നുണ്ടല്ലോ, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം എടാ, നിന്റെ ഐഡിയ വെച്ച് നീ പല ഫേസ്ബുക്കിൽ, വാട്സപ്പിലൊക്കെ വാട്സപ്പ് ഐ ഡി അല്ല, യൂട്യൂബിൽ നീ വേറെ ഐ ഡിയിലൊക്കെ നിന്റെ ഈ കമന്റ് ഇടുന്നൊക്കെ അറിയുന്നത്. അതായത് ദിലീപിനെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിടുന്നത് ആ ടാർഗറ്റ് നീ ഫേക്ക് ഇടുന്ന കമന്റ് ഇടുന്ന നമ്മളൊക്കെ അറിയുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ട്. നീ അങ്ങനെ കുറെ സീക്രട്ട് ഉണ്ടോ അത് നമുക്കറിയാം. അത് ഞാൻ ഒന്നും കൂടെ നിന്റെ വെല്ലുവിളിക്കാണ്. നീ ഒരു പ്രാവശ്യം ഇട്. നീ നിനക്ക് ഈ ചാനലിൽ ഹിസ്റ്ററി ആണെങ്കിൽ നീ കുറച്ച് ബാക്കിലേക്ക് പോകും. എൻ്റെ ചാനൽ ഫസ്റ്റ് എൻ്റെ
ഇതിനു മുന്നേ വീഡിയോസ് ചെയ്യണം, നീ അതിലേക്ക് കിടക്കുക. അപ്പം നിനക്ക് മനസ്സിലാവും ഇത് ആൾ വേറെയാണ്. അത് ഞാൻ നിന്നെ വീണ്ടും വെല്ലുവിളിക്കുന്നത്, നീ ഇട്ട് നോക്കടാ. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റൈൽ ആക്ടിങ് ശരിയല്ല, സംസാര ശരിയല്ല, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു, ആയിരിക്കാം. വേറെ കുറേ പേര് ഇങ്ങനെ അഭിപ്രായമായിട്ട് വരുന്നുണ്ട്, അവർ പറയുന്ന രീതിയിൽ അനുകരിക്കും. അതൊന്നും പറ്റില്ല. ഞാനാണ് ഞാൻ എന്ന വ്യക്തി എൻ്റെ രീതിയിൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, എൻ്റെ ആ ശൈലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, എൻ്റെ ആ ശൈലി ഞാൻ സംസാരിക്കുന്നു. അതിൽ കുറ്റങ്ങൾ കുറവുകളൊക്കെ ഉണ്ടാവും. ആരും പൂർണ്ണമായി ഇപ്പോൾ പോസിറ്റീവായിട്ട് ആരും ഇന്നൊരു വീഡിയോ ചെയ്യാനും പോകുന്നില്ല, ചെയ്യത്തുമില്ല. എനിക്ക് കുറവുകളേ ഉള്ളൂ, ഇല്ലെന്ന് പറയുന്നില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ് മാത്രമായിട്ട് നിന്നെ ഇത് വരുന്നുണ്ടല്ലോ, ആ കുറേ ഉണ്ട്. സ്ഥിരമായിട്ട് കണ്ണാടി വെക്കുന്നു, നീ കണ്ണാടി വെക്കാൻ പറ്റും. ഞാൻ എത്ര വീഡിയോ കണ്ണാടി വെക്കാൻ വീഡിയോ, അത് എൻ്റെ ഇഷ്ടമാണ്. ഗ്ലാസ് വെക്കണോ വേണ്ടി എൻ്റെ വ്യക്തിപര കാര്യമാണ്. പിന്നെ എപ്പം നോക്കിയാൽ ഇന്ന വീഡിയോ എടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ നേരത്തെ ഈ ചാനലിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ, ഞാൻ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ ടെക് വീഡിയോ ആണ് താല്പര്യം, ടെക് വീഡിയോ ചെയ്യുന്നുണ്ട്, വ്ലോഗ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നു, പല സോങ്ങുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം മിക്സിംഗ് ആണ് ഞാൻ ഇടുന്നത്. നിനക്കൊക്കെ വേണേ കണ്ടാലേ ഞാൻ പറയും നീ കാണണമെന്ന്. പിന്നെ ഈ ഒളിഞ്ഞും പാത്തിരുന്ന് വരുന്ന അത് ആക്രമിക്കുന്ന എൻ്റെ മോശം പരിപാടി കേട്ടോ. അതൊക്കെ ഇപ്പം നീ കളിക്കുന്നില്ലേ, ദിലീപിനെതിരെ കാണിക്കില്ലേ, അങ്ങനെ കുടിക്കില്ലേ, ഒളിഞ്ഞും പാത്തിരുന്ന് ഒരുത്തന്നെ നേർക്ക് വരുന്നില്ലോടാ. എടാ അതിൻ്റെ അകത്ത് ശ്രീലേഖ എന്താടാ പറയുക, ശ്രീലേഖയുടെ അവസാനത്തെ റിപ്പോർട്ടിൽ എന്താ, ശ്രീലേഖ അവർ നേരത്തെ ദിലീപ് പൂർണ്ണ നിരപരാധിയാന്ന് ഒരു ശ്രീലേഖ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല പല ആൾക്കാരും എത്രയോ ആൾക്കാർ പറയും ദിലീപ് ഇതിനകത്ത് നിരപരപ്പെടുത്തിയതാണ്. എടാ അത് ഞാൻ പറയുന്നേക്ക് ലേശം ഇപ്പം നിനക്ക് ദിലീപിനോട് വിരോധം കൊണ്ട് നീ ദിലീപ് പ്രതിയാണ് നീ ആഗ്രഹിക്കാം. ചിലപ്പോൾ ഒരു വർഷം നിനക്ക് അറിയാം ദിലീപ് പ്രതിയല്ലെന്ന്, പക്ഷെ നീ ദിലീപ് പ്രതിയാണ്. നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നീ അങ്ങനെ വെക്കുക. അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പൊ റിപ്പോർട്ട് ചാനലല്ലേ ദിലീപ് പ്രതിയിൽ അവർക്ക് 100% അറിയാം. പക്ഷെ അവർക്ക് അവരുടെ റേറ്റിങ്ങും ആർഡർ കൊടുക്കും, പൈസ കൊടുക്കാൻ പോലും ഗതികെട്ട് നടക്കാൻ നേരത്ത് ഇവിടെ ഈ ദിലീപിന്റെ കേസ് വിറ്റാണ് അമർ ജീവിച്ചത്. ഓക്കെ, അവരെന്തോ ചെയ്യേണ്ടത്, അത് ഈ ആണും വിട്ടും കൂടെ പരിപാടി കാണിച്ചാണ് അമർ ജീവിച്ചത്. അതൊക്കെ മോശമായ കാര്യമാണ്. അപ്പൊ നമ്മളെന്തുവാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കാലം വല്ല ചാനൽ അടച്ചുപൂട്ടി പോകുന്നതല്ലോ അഖിലന്മാരാര്. അപ്പം പുള്ളിയുടെ രീതിയിൽ പുള്ളി അഭിപ്രായം വരും. ഞാൻ എൻ്റെ ആയിട്ടൊരു അഭിപ്രായം വരും. നീയൊക്കെ വേണമെങ്കിൽ കണ്ടാൽ മതിയുടെ, ഞാൻ ഒന്നും നിർബന്ധിച്ചില്ല. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളും, നോ പ്രോബ്ലം. ഞാൻ ആരെയും ഇപ്പം നിർബന്ധിക്കുന്നില്ല. ആഴ്ചയുള്ളൊരു കാണുക, അത്രേ ഉള്ളൂ. അല്ല ഈ നിന്നെ ഞാൻ തൂക്കും കേട്ടോ, നിന്നെ ഞാൻ തൂക്കും. നീ ഒരു പ്രാവശ്യം കൊണ്ട് പാടാൻ ഞാൻ പൊന്നെ മോനെ സുഹൃത്തെ ഞാൻ വെല്ലുവിളിക്കണം. നീ ഒന്നും കൂടെ കമന്റ് ഇടാ, നിന്നെ ഞാൻ തൂക്കിത്തരും. ഞാൻ നിന്റെ പബ്ലിക്കിന് മുന്നേ ഇതൊക്കെ. പിന്നെ വേറെ കൊറോണമാരുണ്ട്, ഈ മോണിറ്റേഷൻ്റെ പേര് തട്ടിപ്പടത്തുന്ന ടീമാരുണ്ട്. അങ്ങനെ അതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം വേണ്ടി ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. അത് വെയിറ്റിങ്ങിൽ വെച്ചേക്കുവാണ്. ഓക്കെ, പിന്നെ ഗ്ലാസ് വെക്കാതെ സംസാരിച്ചൂടെ എൻ്റെ പൊന്നു സുഹൃത്തെ? ഞാൻ ഗ്ലാസ് വെക്കാതെ സംസാരിക്കുന്നുണ്ട്, ഇപ്പോഴും ഗ്ലാസ് വെക്കാതെ സംസാരിക്കുന്നു. ഞാൻ വീട് തുടങ്ങിയപ്പോഴും ഗ്ലാസ് വെക്കാതെ സംസാരിക്കുന്നത്. പിന്നെ ഗ്ലാസ് വെക്ക് തെറ്റെന്തുവാ? ഞാൻ ഗ്ലാസ് വെക്കുന്നു, അതൊക്കെ എടാ നമ്മുടെ ഒരു ഇഷ്ടമല്ലടാ അത്. എല്ലാ കാര്യം നിങ്ങൾ പറഞ്ഞ കേൾക്കണമെന്നുണ്ടോ? പിന്നെ നിങ്ങൾ പറഞ്ഞ കേൾക്കുമില്ലെന്ന് പറയാം, നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണെന്നൊക്കെ ആവശ്യം. പിന്നെ എല്ലാ കുറച്ചെങ്കിലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിന് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ ബ്ലോഗ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, എൻ്റെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എത്രയോ പേര് എനിക്ക് പ്ലസ് പോയിന്റ് വരുന്നത്. പിന്നെ എൻ്റെ ചാനൽ, നമ്മുടെ ചാനൽ വെച്ചാൽ എൻ്റെ ചാനൽ, നിങ്ങളുടെ ചാനൽ, ഈ ചാനൽ ഗ്രോത്ത് ആവാത്ത കാര്യം എന്താ പറയുമോ, ഇതിനു മുന്നേ ഞാൻ ട്യൂബ് ടോക്കൊക്കെ ചെയ്തപ്പോൾ എനിക്കത്ര 700K വരെ എനിക്ക് കയറിയായിരുന്നു എൻ്റെ വ്യൂസ്. അതുപോലെ വേറെ 2-3 ഒക്കെ കയറിയായിരുന്നു. ഇപ്പം പുതിയ യൂട്യൂബറൊക്കെ ഞാനൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വന്നൊരു ഫാൾട്ട് വരുന്നത് അങ്ങനെ ഈ വ്യൂ, അതായത് 1K അല്ല 700K, അതുപോലെ 500K, അങ്ങനെ കുറേ K വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം പഴയ വീഡിയോ അതിനകത്ത് ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഡിലീറ്റ് ഒരിക്കലും ചെയ്തുകൂടാ. അതുകൊണ്ട് അങ്ങനെ കുറേ വീഡിയോ ആണെങ്കിൽ കണ്ടിന്യൂ ഡിലീറ്റ് ചെയ്തപ്പോഴേക്ക് ചാനൽ ഗ്രോത്തിലേക്ക് മുതൽ ഡൗൺ ആക്കി കളഞ്ഞു. നമ്മൾ യൂട്യൂബ് സപ്പോർട്ട് ചെയ്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ചാനലിനെ ബാധിക്കും. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം എനിക്ക് പറഞ്ഞു തന്നെ. അത് എന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഷെയർ എന്നൊരു കൂട്ടുകാരാണ്. അവളാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അതായത് വ്യൂസ് കുറവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുള്ള നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രം സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, പക്ഷേ എനിക്ക് സമയത്ത് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലയോ, നമുക്ക് എൻ്റെ ആയിട്ട് ബുദ്ധിമുട്ടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ കാര്യം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? മേ ബി ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ കുറേ കാര്യങ്ങൾ യോജിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഒരു ആരായിരുന്നു ഒരു ചേച്ചി എനിക്കെന്താ ചോദിച്ചിട്ട്, മോനെന്തോ ഈ പുരാണത്തെ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ. അതിനകത്ത് ഞാൻ
ഒരു മേ ബി എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മുന്നെയാണ് ഞാൻ ശ്രീകൃഷ്ണ ശിവന്റെ ഒരു യുദ്ധം ഒരു അതാരും കേൾക്കാത്തൊരു കഥയാണ്. അതിനുശേഷം അതിൽ വന്നിട്ട് ചോദിച്ചു അതെനിക്ക് വീണ്ടും എനിക്ക് മെസ്സേജ് മോൻ്റെ വാട്സാപ്പ് നമ്പർ വരുമോ ചോദിച്ചു. ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ പുരാണം കേട്ട് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ടെക് വീഡിയോ, പുരാണം, ബ്ലോഗ്, ഫുഡ്, തേങ്ങ, മാങ്ങ എല്ലാം ഉൾപ്പെടുന്നൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ചേച്ചിയുടെ അഭിപ്രായം യോജിക്കുന്നുണ്ട്. ചേച്ചിയുടെ പേര് എന്തുവായിരുന്നു? അവർ ഈ അമ്പലത്തിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മോനെ ഞാൻ അമ്പലത്തിലൊക്കെ അത് കമൻറ്റ് കിടപ്പുണ്ട്. ഞാൻ പ്രാർത്ഥന നാരായണ ഇപ്പം മോൻ്റെ വീഡിയോ കണ്ടായിരുന്നു. അപ്പം അവരുടെ ഗ്രൂപ്പിൽ കിട്ടുന്നൊക്കെ പറഞ്ഞ വീഡിയോ. അപ്പം നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഹാപ്പിയാണ്. ഇന്നത്തെ പിള്ളേർ മയക്കുമരുന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിലപ്പോൾ ജനങ്ങളിലേക്ക് ഒരു പ്ലസ് പോയിന്റിലേക്ക് വരും എന്നൊക്കെ ഒരു ചേച്ചി നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. നന്ദി. ഓക്കെ, പിന്നെ ഓക്കെ ചേച്ചി ഞാനത് മേ ബി ചെയ്യാം. പുരാണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ ആ കറക്റ്റ് പുരാണം പഠിച്ച് ക്ലിയർ ആയ ശേഷം നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ല ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ഇടുന്ന തെറ്റായ കാര്യമാണല്ലോ, അത് ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ചെയ്യത്തില്ല. ഓക്കെ, ചേച്ചിയുടെ അഭിപ്രായത്തിന് ഞാൻ യോജിക്കുന്നു. ഞാനത് തീർച്ചയായും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നെഗറ്റീവ് കമൻറ്റ് ഇടാം. പക്ഷേ ഈ ഫേക്ക് ഐഡിയിൽ നിന്നുള്ള പലരുടെയും വേണ്ട, ശരിയല്ല. ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഞാനാണ്, മനസ്സിലാവുക. ഞാൻ കണ്ണാടി വെക്കും, വാച്ച് കെട്ടും, ചിലപ്പോൾ ക്യാപ്പ് ഇല്ലാതിരിക്കും, ചിലപ്പോൾ ഗ്ലാസ് വെച്ച് സംസാരിക്കും, ഗ്ലാസ് ഇല്ലാതെ സംസാരിക്കും, ചിലപ്പം എൻ്റെ രീതിയിൽ പല രീതിയിലൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യും, ചിലപ്പോൾ ഫുഡ് ബ്ലോഗ് ചെയ്യും, ചിലപ്പോൾ പബ്ലിക് ബ്ലോഗ് ചെയ്യും, പിന്നെ ടെക് വീഡിയോ ചെയ്യും. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യം, മനസ്സിലായി. ഞാൻ നമ്മൾ ചാനൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചാനൽ കോമൺ ആണ് അതായത് നമ്മൾ ടെക് വീഡിയോ മാത്രമല്ല എല്ലാം ഉൾപ്പെടുന്ന മിക്സിങ് ആയ ചാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറയല്ലോ, ഞാൻ 600 സംതിങ് സബ് ഉള്ളായിരുന്നു എനിക്ക്. അപ്പം ഞാനിപ്പോൾ 13K സംതിങ് ഉണ്ടായി. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ വ്യൂസ് ആണ് പ്രശ്നം. വ്യൂസിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് ചാനലൊരു പ്രശ്നത്തിൽ കിടക്കുവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് ചാനൽ ഗ്രോത്ത് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട്, ദൈവത്തിൻ്റെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം വേറെ കാര്യം എന്ന് വെച്ചാൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തിരിക്കാം. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. ഞാൻ കുറ്റം പറയുന്നില്ല. അതുപോലെ ഞാൻ ഈ പറഞ്ഞ വീണ്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവനൊരു ആക്ടിലിബ്രേറ്റ് തന്നെ വീണ്ടും ഞാൻ വെല്ലുവിളിക്കുക. എടാ പൊന്നും മോനെ, നിനക്ക് വീണ്ടും അവസരമുണ്ട്. നീ ഒരു പ്രാവശ്യം കൂടെ നീ ഇതിലൊക്കെ കമന്റ് ഇട്. നിന്നെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കണടാ. നീ ഫേസ്ബുക്കും വാട്സപ്പും നിന്റെ ഞാൻ ഹാക്ക് ചെയ്തിരിക്കും. എന്നിട്ട് പബ്ലിക്കിന്റെ മുന്നേ നീ അത് കുറച്ച് എനിക്കത് വിഷയമില്ല. ഞാൻ ചെയ്യുന്ന പറ ചെയ്തിരിക്കും. ഞാൻ നിന്നെ വീണ്ടും വിളിക്കും. നിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ അതൊന്നും ഞാൻ പോയിട്ടില്ല. ഇനി നീ നിന്റെ ഫേക്ക് ഐഡി കമന്റ് ഇട്ടാൽ നിനക്കിടാം. ജസ്റ്റ് എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് കമന്റ്. നിന്റെ അഭിപ്രായം ഞാൻ യോജിക്കുന്നില്ല. നെഗറ്റീവ് ഈ മനുഷ്യനൊരു ഒരു ആക്കെന്ന് പറയില്ലേ, അത് വേണ്ട. അത് മോൻ ഇവിടെ നിർത്തിയേക്ക്. ഓക്കെ, അത് നിന്നോട് ഞാൻ പറയാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ കേട്ടെ, നിന്റെ സ്ഥലം നീ പത്തനംതിട്ട അല്ലടാ. നീ അത്രയും ഞാൻ ക്ലൂ നിനക്ക് തന്നു കഴിഞ്ഞ്. നിന്റെ സ്ഥലം നീ പത്തനംതിട്ടയാ. ഇനി നീ തീരുമാനിക്കുക. മോനെ ദിനേശ നിനക്ക് കമ്പ്യൂട്ടറിന് വേണ്ടി വന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ചേച്ചി ഞാനൊരു മറ്റേ ചെയ്യാം കേട്ടോ. ചേച്ചി പറഞ്ഞ ഒരു പുരാണ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ കേൾക്കാത്ത ഒരു കഥയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഞാൻ ശ്രീകൃഷ്ണൻ്റെ ശിവൻ്റെ ഒക്കെ ഒരു പൊതുവെ ആരും കേൾക്കാത്തൊരു കഥയാണ്. അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, താങ്ക്സ് വളരെ വളരെ സന്തോഷം ചേച്ചിയുടെ കമൻറ്റ്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക. പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജൽദി എന്ത് തോന്നക്ക ബെല്ലൈക്കൻ തോന്നക്ക. ഓക്കെ, ബൈ.